അപ്പോൾ ഗൈസ് നമ്മളൊരു അടിപൊളി ആപ്ലിക്കേഷനായിട്ട് വന്നിരിക്കുന്നത് ഗൈസ്. അപ്പോൾ ആ ആപ്പിൻ്റെ പേര് സൂപ്പർ മണി എന്നാണ്. ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് കടകളിലൊക്കെ പോയിട്ട് എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് വാങ്ങാൻ വിചാരിച്ചോളൂ. നിങ്ങളിപ്പോൾ 5% വരെ ഇത് കിട്ടുമെന്നാണ് പറഞ്ഞത്, ക്യാഷ് ബാക്ക് കിട്ടുന്നതാണ്. പക്ഷേ 5% ഒന്നും കിട്ടത്തില്ല. ഞാൻ ഇപ്പോൾ കടയിൽ പോയിട്ട് ഒരു 30 രൂപക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങി കഴിഞ്ഞാലും കിട്ടും, ഒരു 50 പൈസ ആ റേഞ്ചൊക്കെ കിട്ടലുണ്ട്. അതിൻ്റെ കാര്യങ്ങൾ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഞങ്ങൾ കാണിച്ചു തരാം. ഇവിടെ നമ്മൾ ടാപ്പ് ടു സ്കാനറിലോട്ട് അമർത്തിയിട്ടാണ് നമ്മൾ ക്യാഷ് സെൻഡ് ചെയ്യുക. മെർച്ചൻ്റ് അക്കൗണ്ടിൽ സെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും, ക്യാഷ് ബാക്ക് കിട്ടും. അപ്പോൾ ഞാൻ എൻ്റെ ഹിസ്റ്ററിയാണ് ഈ കാണുന്നത്. ഞാൻ ഇപ്പോൾ ഈ കുറച്ച് ദിവസത്തിനുള്ളിൽ കിട്ടിയാണ് 15 രൂപ എടുത്ത് എനിക്ക് കിട്ടിയിട്ടുണ്ടാവും. പിന്നെ ക്രെഡിറ്റ് കാർഡ് വേണമെന്നുള്ളവർക്ക് ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ ക്രെഡിറ്റ് കാർഡിന് അപ്ലൈ ചെയ്തു. കസ്റ്റമർ കെയറൊന്നും വലിയ കുഴപ്പമില്ല. ഇപ്പോൾ ഇതിന് മുന്നേ ചെയ്തവരൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അവരെ കസ്റ്റമർ കെയർക്ക് ഭയങ്കര പോക്കെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ വേഗം കണക്റ്റായി, ഒരു ഏജൻറ്റായിട്ട് വേഗം കണക്റ്റായി. ഞാൻ വേഗം എൻ്റെ ഇത് കംപ്ലീറ്റ് ചെയ്തു, വീഡിയോ KYC. എൻ്റെ ക്രെഡിറ്റ് കാർഡിൻ്റെ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ക്രെഡിറ്റ് കാർഡ് അവിടെ ആ ഭാഗം കാണിക്കില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ച് പ്രൈവസിയുടെ ഭാഗമായിട്ട് അത് ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ ബ്ലാക്കായിട്ട് കാണിക്കുക. അപ്പോൾ ഇവിടെ ക്രെഡിറ്റ് ഡീറ്റെയിൽസ് അതുപോലെ ഞാൻ ഡെപ്പോസിറ്റ് ചെയ്ത് 500 രൂപയാണ്, 600 രൂപയാണ്. അതിലേക്ക് 540 രൂപക്കിൻ്റെ ലിമിറ്റ് കിട്ടിയിട്ടുണ്ട്. ആ ലിമിറ്റ് വെച്ചിട്ട് നമുക്ക് ക്രെഡിറ്റ് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റും. അതിന് നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടും. വലിയ എമൗണ്ടൊന്നും കിട്ടണില്ല, ചെറിയ എമൗണ്ടൊക്കെ. അത്യാവശ്യം വലിയ എമൗണ്ട് ഒരു 10,000 20,000 രൂപ ഇതൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്തെങ്കിലും കാര്യത്തിൽ കിട്ടുള്ളൂ. പിന്നെ ഇതിൻ്റെ ഉപയോഗം മെയിനായിട്ടുള്ളൊരു പ്ലസ് പോയിൻ്റായിട്ട് പറയാനുള്ളത്, സാധാരണ നമ്മൾ ഈ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ ATM നിന്ന് വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പെനാൽറ്റി പിടിക്കും. പക്ഷെ ഇതിനവർ ചാർജ് ചെയ്യുന്നില്ല. നമ്മൾ ഏത് ATM പോയിട്ട് ക്യാഷ് വിഡ്രോ ക്രെഡിറ്റ് ലിമിറ്റിൽ നിന്ന് നമ്മൾ ക്യാഷ് വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ 1 രൂപ പോലും പിടിക്കുന്നില്ല. അതിൻ്റെ ഒരു പ്ലസ് പോയിൻ്റായിട്ട് പറഞ്ഞത് തന്നെയാണ് ഈ ആപ്ലിക്കേഷൻ്റെ. പിന്നെ ഇതിൽ നമ്മൾ FD ആയിട്ട് ഇടുമ്പോൾ എത്ര % ഇൻട്രസ്റ്റ് കിട്ടും 1 ഇയറിൽ. ഇപ്പോൾ 5,000 രൂപ വരെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് സൂപ്പർ ക്രെഡിറ്റ് കാർഡ് കിട്ടും. ഇതിൻ്റെ സൂപ്പർ മണി ക്രെഡിറ്റ് കാർഡ് കിട്ടും. ഒരു അടിപൊളി ഒരു ആപ്ലിക്കേഷൻ തന്നെയാണിത്. എല്ലാവരും യൂസ് ചെയ്യാം. നമുക്കിപ്പോൾ ഒരു 20 ഇയറുള്ള എല്ലാ പിള്ളേർക്കും നമുക്കിത് ചെയ്യാൻ പറ്റും. എനിക്കിപ്പോൾ 20 ഇയറാണ്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ക്രെഡിറ്റ് കാർഡ്. നമുക്ക് ക്രെഡിറ്റ് സ്കോർ ബിൽഡ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നല്ല രീതിക്ക് ക്രെഡിറ്റ് സ്കോറൊക്കെ ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ക്രെഡിറ്റ് കാർഡാണ്. എന്തായാലും ട്രൈ ചെയ്യുക. റുപ്പ കാർഡിൻ്റെയാണ് ക്രെഡിറ്റ് കാർഡ് വരുന്നത്. നമുക്കത് വെച്ചിട്ട് ഫ്യൂവൽ കാര്യങ്ങളൊക്കെ അടിക്കുന്ന ടൈമിൽ നല്ല രീതിക്ക് ക്യാഷ് ബാക്ക് കിട്ടും. അതുപോലെ തന്നെ ഓൺലൈൻ പർച്ചേസ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴും ക്യാഷ് ബാക്ക് കിട്ടും. റീചാർജ് ചെയ്യുന്ന ടൈമിൽ ക്യാഷ് ബാക്ക് കിട്ടും. എല്ലാത്തിനും ക്യാഷ് ബാക്ക് കിട്ടും. പക്ഷേ ചെറിയൊരു എമൗണ്ട് കിട്ടത്തുള്ളൂ. നമ്മളിപ്പോൾ റീചാർജ് ചെയ്യുകയാണ് 10 രൂപ റീചാർജ് ചെയ്താൽ 3 രൂപ ക്യാഷ് ബാക്ക്, 3 രൂപ അല്ല 3 പൈസ ക്യാഷ് ബാക്ക് അങ്ങനെയൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ നല്ല ചെറിയ എമൗണ്ടേ കിട്ടുള്ളൂ. ഇപ്പോൾ വലിയ എമൗണ്ടോ കിട്ടുമെന്ന് വെച്ചിട്ട് വരണം. വലിയ കാർഡ് പോലെയല്ല, ചെറിയ എമൗണ്ടേ കിട്ടത്തുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ വരുന്നത്. നമുക്ക് മെയിനായിട്ട് വരുന്നത് നമ്മൾ കടകളിലൊക്കെ പോയി വരുന്നത് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.